ടേസ്റ്റോട് കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടി കണ്ടാലോ? കണ്ട, ഇതാണ് നമ്മുടെ മെഴുക്കുവരട്ടി. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുമാതിരി തെളിഞ്ഞ കാലാവസ്ഥ. തെളിഞ്ഞതെന്ന് പറഞ്ഞാൽ അത്ര വലിയ തെളിഞ്ഞതൊന്നുമല്ല, തെളിവുണ്ട്, ഇരുണ്ടും മൂടുന്നുണ്ട്, ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് തെളിഞ്ഞു വരും. ഇങ്ങനത്തെ കാലാവസ്ഥയാണ് ഇന്നിവിടെ. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് കുറച്ച് സാധനം പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് പറിക്കണം. കണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചീരയാണ് നിന്നേച്ചത്. ആ ചീര മാറ്റിയിട്ട് ഇപ്പോൾ ഇഞ്ചി നട്ടേക്കുക. ചീര മുഴുവൻ പറിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കിടപ്പുണ്ട് ചീര മുഴുവൻ. മൊത്തം പൂത്ത് പോയായിരുന്നേ. പൂത്തും മാത്രമല്ല, ചീര ഒത്തിരി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആർക്കും ഇഷ്ടമില്ലല്ലോ. അങ്ങനെ ആരും കൂട്ടാതെയായി. അതുകൊണ്ട് പറിച്ച് കളഞ്ഞു. ഈ ചീര ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അത് പറിച്ച് കളഞ്ഞിട്ടില്ല. അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതല്ലേ. പൂത്തൊന്നും പോകത്തില്ലല്ലോ. പിന്നെ അധികം ഇത് ഒരു സുഖമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇനി അതിൻ്റെ കൂമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇച്ചിരി വേപ്പെണ്ണ തളിച്ച് കൊടുക്കണം. കുറച്ച് നാൾ കഴിഞ്ഞ് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്താൽ മതിയല്ലോ. ഇതൊക്കെ നമ്മൾ കുഴിച്ച് വെച്ചുണ്ടായതല്ല കേട്ടോ. തന്നെ പറിച്ചതിൻ്റെ ബാക്കിയൊക്കെ കിടന്നിട്ട് തന്നെ ഉണ്ടായി നിൽക്കുന്നതാണ് ഈ ചേന. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ച ചേന ഇതുണ്ടോ, ചീര ഉണ്ടോ? ചീര ഇതുപോലെ പൂവായിരുന്നു. പിന്നെ ഒരെണ്ണം ഞാൻ നിർത്തിയതെന്നാന്ന് വെച്ചാൽ വിത്തെടുക്കാമെന്ന് ഓർത്ത് നിർത്തിയതാണ്. കണ്ടോ, ഇത് കണ്ടോ വേറൊരു ചേന. ഇതിൻ്റെ മണ്ടയിലൊരു സൂത്രമുണ്ട്. അത് പറിക്കാനായിട്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അത് നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ, ചെറിയൊരു മുറമൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടം തൊട്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാം. ഇത് വെച്ച് നമുക്കൊരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാം എന്നോർത്തിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. തീർത്തും ചെറുതാണ്. പറിക്കാതിരുന്നാലും പെട്ടെന്ന് മൂത്ത് പോവുകയാണേ. അപ്പോൾ അതുകൊണ്ട് പറിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. തോരൻ വെച്ചാലും അതെ, മെഴുക്കുവരട്ടി വെച്ചാലും അതെ, നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. ഒരു തൈ വെച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് നിത്യം നമുക്കിത് പറിച്ച് കറി വെക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് ഇട്ട കൂട്ട് നിത്യം ഉണ്ടാകുന്ന സാധനമായാലും നമ്മൾ കേരളീയർക്ക് നിത്യം കഴിക്കുന്നത് അത്ര വലിയ ഇഷ്ടമില്ലല്ലോ. ഒരു സാധനം 2-3 ദിവസം നമ്മൾ കഴിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട. ഇത് ചുവട്ടിലുണ്ടായി കിടക്കും കേട്ടോ. കേട്ടോ, അപ്പം ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ. ഒരു ചെറിയൊരു വീപ്പ ജാർ ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്. ഞാനൊന്ന് പറിച്ചെടുത്തിട്ട് കാണാം. അപ്പം നമ്മൾ മൊത്തം അതെല്ലാം പറിച്ചെടുത്ത് കേട്ടോ. ഇനി കുറച്ച് കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ പറിച്ചാലും നമുക്ക് വേണ്ട. അതുകൊണ്ട് കുറച്ച് കിടപ്പുണ്ട്. അത് നമ്മളിപ്പോൾ പറിക്കുന്നില്ല. കണ്ടോ, ഇത്രയാണ് നമ്മൾ പറിച്ചെടുത്തത്. കണ്ടോ, ഇത്ര നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഇറങ്ങിയതല്ലേ. ഒത്തിരി വെച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പറിച്ചെടുത്തത്. ബാക്കി അവിടെ കിടക്കട്ടെ. ഇനി തോരനോ മെഴുക്കുവരട്ടി എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം. ഇത് കണ്ടോ, ഈ പപ്പായ കണ്ടോ, വേറെ ഒന്നുമല്ല. എത്ര വെട്ടി കളഞ്ഞാലും പിന്നെയും ചുവട് വെട്ടിയില്ല. ചുവട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വെട്ടിയില്ലായിരുന്നു. പക്ഷെ എത്ര വെട്ടിക്കളഞ്ഞാലും പിന്നെയും ഇതിൻ്റെ കമ്പ് കിളുത്ത് കയറി പപ്പായ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ വെട്ടിയേക്കുന്നത്. എത്ര കമ്പാണ് വെട്ടിയേക്കുന്നത് കണ്ടോ. വന്ന കമ്പ് മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെയും കണ്ടോ, ഇവിടെയൊക്കെ വെട്ടിക്കളഞ്ഞേക്കും. എന്നാലും കിളുത്ത് കയറി വീണ്ടും പപ്പായ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്ക് വാതുക്കെ വേറൊരെണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വെട്ടിയേക്കാന്ന് വെച്ചത്. വർഷങ്ങളായതാണ്. പക്ഷേ അത് നശിച്ചു പോകുന്ന ലക്ഷണമേ ഇല്ല. ഈ മഴക്കാലത്തൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകുന്നതാണ് വെള്ളം കയറിയിട്ട്. പക്ഷേ ഇതെന്തെന്ന് വെച്ചാൽ എത്ര വെട്ടിക്കളഞ്ഞാലും ചീഞ്ഞു പോകുന്നില്ല. കണ്ടോ, പിന്നെയും കിളുത്ത് കയറുക. കണ്ടോ. അപ്പം നമുക്ക് മെഴുക്കുവരട്ടിയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഇതുപോലെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. മെഴുക്കുവരട്ടി വെക്കാനായിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളി, അതുപോലെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് പോകാം. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറി കേട്ടോ ഈ മെഴുക്കുവരട്ടി. നല്ല ടേസ്റ്റുള്ള സാധനമായത്. പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. നമ്മൾ മൂടിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം മുളക് പൊടി, നല്ല മുളക്, പത്തൽമുളക് ഇടിച്ചിടുന്നതായിരിക്കും നല്ല. പക്ഷെ ഞാനിപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത്രയും മുളക് പൊടിയെ നമ്മളിപ്പോൾ ഇടുന്നുള്ളൂ. ഒത്തിരി എരിവ് വേണ്ട. അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലേശം മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. അതൊന്ന് ചെറുതായിട്ടൊന്ന് മുളച്ച് വരണം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് റെഡിയായ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആകട്ടെ. ഇത് വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.